வீட்டு சாப்பாடு மாதிரி யார் யார் வீட்டு சாப்பாடு மிஸ் பண்ணுறீங்களோ இங்கே வந்து சாப்பிட்டா சூப்பராக இருக்கும். ശരവണ ഹോട്ടലിലെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം മസാല ദോശ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കന്യാകുമാരിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള അമ്മൻ സന്നിധി സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ നൈറ്റിലത്തെ ഡിന്നർ എവിടെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഹോട്ടലാണ് ഹോട്ടൽ ശരവണ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതാ ഇവിടെ നിന്നാണ്. പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ആളുകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു 8 മണിക്ക് മുമ്പേ ആയിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. കാരണം പിന്നെ ഡിന്നർ ടൈമാണ്, 10 മണി വരെ ഭയങ്കര റഷ് ടൈം ആണ് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഹോട്ടലിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC റൂമും ഉണ്ട്, അതുപോലെ നോൺ AC ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ AC റൂമിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കയറാം. ശരിക്കും പറഞ്ഞാൽ നോൺ AC റൂമിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ നല്ല സ്പേസ് ഉണ്ട്. ഇത് നമുക്ക് AC റൂമിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കയറാം. ഇതാ എന്നെ കാണിക്കേണ്ട, അങ്ങോട്ട് കണ്ടോളൂ. കാരണം ഇത്രയും സ്പേസ് ഇതാ ഇവിടെയുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് വീണ്ടും ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈവസി ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലുള്ള ഏരിയകളിൽ വലിയൊരു ഫാമിലി ആയിട്ട് എന്തായാലും ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള വലിയൊരു സ്പേസ് തന്നെ ഈ ഒരു ഹോട്ടലിലുണ്ട് കേട്ടോ. കാരണം ഒരു സ്ട്രീറ്റിനോട് ചേർന്നായിട്ട് ആണെങ്കിലും പക്ഷേ ഈ ഒരു ഹോട്ടലിന് അതുപോലെ വലിയൊരു സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതിലുപരി ഇവർ 40 വർഷത്തോളമായിട്ട് ഇവിടെ ബിസിനസ് നടത്തുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? நான் வந்து நெய் தோசை சாப்பிட்டுக்கிட்டேன். செம்மையாக இருந்துச்சு, நிறைய குவான்டிட்டி நிறையா இருந்துச்சு, டேஸ்ட் எல்லாமே நல்லா இருந்துச்சு, வீட்டில் சாப்பிட்ற மாதிரியே இருந்துச்சு எனக்கு. ഓ, വീട്ടിൽ കഴിക്കുന്ന പോലെയുണ്ട്. നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ഗസ്റ്റുകളോടൊക്കെ ശരവണ ഹോട്ടലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്? പറഞ്ഞോ, ക്യാമറയിലൊക്കെ പറഞ്ഞു. ஹோட்டல் நல்ல ஹோட்டல் தான், எல்லாரும் நம்பி வந்து சாப்பிடுங்க. டூரிஸ்ட்க்கு இது வந்து வீட்டு சாப்பாடு மாதிரி யார் யார் வீட்டு சாப்பாடு மிஸ் பண்ணுறீங்களோ இங்கே வந்து சாப்பிட்டா சூப்பராக இருக்கும், நல்லாயிருக்கும். வீட்டு சாப்பாடு மாதிரியே தான் இருக்குது, எல்லாமே நல்லா இருக்குது. ஆம்பியன்ஸும் சூப்பராக இருக்குது, AC அவைலபிள், நான் AC நல்லா இருக்குது, சாட் ஐட்டம்ஸ் நிறையாவே இருக்குது, ஃப்ரெஷ்ஷான ஜூஸஸும் அவைலபிளாக இருக்குது. நம்மளுக்கு பிடிச்சது என்ன வேணால் சாப்பிட்டுக்கலாம். ரெஸ்ட் ஃபெசிலிட்டிஸும் சூப்பராக இருக்குது. நான் நெய் தோசை ஒன்று எடுத்தோம், நல்லா இருந்துச்சு. சட்னி சாம்பார் டேஸ்ட்டாக இருக்குது, அடிப்பொலி டேஸ்ட்டாக இருக்குது. நல்லா குவான்டிட்டி நிறைய வைக்கிறாங்க. இப்போ சிலர்லாம் கொஞ்சமாக தான் வச்சு வைப்பாங்க, இவங்க நிறைய பவுலில் கொண்டாந்து நிறைய வைக்கிறாங்க. வேணுங்கிறது சாப்பிடட்டும், திருப்பி எடுத்து கேட்காத அளவுக்கு வச்சுட்டாங்க. இது மிச்சமாக தான் இருக்குது. നിങ്ങൾ 4 പേരുണ്ടായിട്ട് പിന്നെ வச்சுருக்காங்க, 4 பேருக்காக முன்னாடி வச்சுட்டாங்க. நாங்கள் 2 பேரும் சாப்பிட்டோம், நல்லா இருக்குது, டேஸ்ட்டாக இருக்குது. ഞാൻ ആക്ച്വലി ഡ്രൈവർ ട്രാവൽസ് തൊഴിലുണ്ട്. പല സ്ഥലങ്ങളിൽ ഞാൻ പോയി പല കസ്റ്റമർ കൊടുത്തു. ഇതേ കന്യാകുമാരി പല മാത്രം വന്നിട്ടുണ്ട്. അവിടെ ഹോട്ടലുണ്ട് ത്രിവേണി, അവിടെ റെഗുലർ കസ്റ്റമർ. പക്ഷേ ഇത് முதல் தவணை ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ടൈം ഉണ്ട്. ബട്ട് ഞാൻ കേൾവിപ്പെട്ടു. ബട്ട് நிறைய കസ്റ്റമർ ഞാൻ എൻ്റെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കസ്റ്റമർ മാത്രമേ പ്രത്യേകമായിട്ട് എന്നെ ചോദിച്ച് ചപ്പാത്തി വിളിക്കുന്നെങ്കിൽ പ്രത്യേകമായിട്ട് ചപ്പാത്തി അവിടെ സാപ്പിട്ടിട്ടുണ്ട്. ഓ, അങ്ങനെ. അതായത് ഗസ്റ്റിനെ അതുപോലെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഏതൊരു ഗസ്റ്റും നല്ലതായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ? ഏതാ ഫുഡ് കഴിച്ചത്? ബിരിയാണി കഴിച്ചു, പിന്നെ ഒരു ജ്യൂസ് കുടിച്ചു. ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് മുഖത്തുണ്ട്. ഫുഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ദുബായിൽ സർവണ ഭവൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവിടെ ഹോട്ടൽ സർവണ നമ്മൾ അത് ലിങ്ക് ചെയ്തിട്ട് വന്നതാണ്. നോക്കുമ്പോൾ അതേ ക്വാളിറ്റി ഉണ്ടായിരുന്നു, സെയിം ക്വാളിറ്റി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ മാം, എങ്ങനെയുണ്ട്? നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡ്, നല്ല സർവീസ്. ശരി, നമ്മുടെ മലയാളീസൊക്കെ കന്യാകുമാരിയിലേക്കൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേര്. അപ്പം എന്താണ് പറയാനുള്ളത്?
റെക്കമെൻഡ് ചെയ്യാൻ കഴിക്കാം, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. വൺ ടൈം കുഴപ്പമില്ല, നല്ല ഭക്ഷണവും നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരെ വിശ്വസിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ശരി. അപ്പോൾ നമുക്കുള്ള ഫുഡ് ഇതാ അമ്പോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ബ്രോ അവിടെ നിന്ന് ഹായ്. ഹലോ, നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ആളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്കുള്ള ഫുഡെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ബാ, നമുക്ക് ഇവിടെ ഇരിക്കാം, ഇരുന്ന് സംസാരിക്കാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബ്രോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് മോസ്റ്റായി വരുന്നത് ദോശന് വേണ്ടിയിട്ടാണ്. ഒരു മോസ്റ്റായി ചോദിക്കുന്നത് മസാല ദോശ. നമ്മളെ അടുത്ത് വെറൈറ്റി ദോശ ഒക്കെ ഉണ്ട്. മസാല ദോശ ഉണ്ട്, ഓണിയൻ ദോശ ഉണ്ട്, പൊടി ദോശ ഉണ്ട്, ഗീ റോസ്റ്റ് ഉണ്ട്, പനീർ ദോശ ഉണ്ട്, ചന്ന ദോശ ഉണ്ട്, ചീസ് ദോശ ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ പൊങ്കൽ, ഇഡ്ഡലി, പൂരി, സാമ്പാർ വട, അങ്ങനെ ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർനൂൺ പറഞ്ഞാൽ സാമ്പാർ റൈസ്, കേർഡ് റൈസ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറച്ച് വെജിറ്റേറിയനിൽ ഫുൾ ഐറ്റംസ് മാക്സിമം ഇവിടെ ഉള്ളത് തന്നെ. ഫേമസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് മോസ്റ്റ്ലി ചോദിക്കുന്നത് റൊട്ടി, അതിനെ കൂടെ വെജ് കറി, ദാൽ ഫ്രൈ, അങ്ങനത്തെ കുറച്ച്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആദ്യം ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നാട്ടിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു കൾച്ചറൽ സംഭവം, അതായത് പല ലാംഗ്വേജ്, പല സംസാരങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ നമുക്ക് പരിചയപ്പെടുത്താനുള്ള ഫുഡ് എന്ന് ഓരോന്ന് പറഞ്ഞു തരാമോ? ഇവിടെ തൊട്ട് തുടങ്ങാം. ഗോബി മഞ്ചൂരിയൻ ട്രൈ ആണ്. ഇത് എല്ലാവരും ഇഷ്ടപ്പെട്ട് ചോദിക്കുന്ന ഒരു ഐറ്റം. തമിഴ്, മലയാളീസ്, കന്നഡിയൻസ് എല്ലാവർക്കും. ഇത് പനീർ 65. ഇത് എല്ലാവരും മോസ്റ്റ്ലി കേട്ട് വാങ്ങുന്ന ഒരു ഫുഡ്. പനീർ 65. ഓക്കെ. അടുത്ത് ഇത് ഗ്രീൻ സാലഡ്, അത് ബേസിക്കേ ഉള്ള ഒരു ഐറ്റം. അടുത്ത് ഇത് നമ്മൾ പറഞ്ഞ സിംഗപ്പൂർ ഫ്രൈഡ് റൈസ്. ഇത് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ്. ഓക്കെ. നോർമൽ പൊറോട്ട ഇത് തന്നെ ഫേമസ് ഇവിടെ. പൊറോട്ട ഇതാണ് ഇവിടുത്തെ ഫേമസ്, ഏറ്റവും ഫേമസ്. അതിന്റെ കൂടെ കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഐറ്റം ആണ് ഇത്. കടായി പനീർ. എല്ലാവർക്കും ரொம்ப காம்பினேஷனா ஒரு ஐட்டம். இது எல்லாத்துக்குமே காம்பினேஷன். ഇതിന്റെ കൂടെ തന്നെ അതായത് ബട്ടർ പൊറോട്ട, അത് കൂടെ இந்த കടായി പനീർ, ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതിന്റെ കൂടെ സൈഡിന് എടുക്കാൻ ഇത് ഒരു മലായ് കൊഫ്ത. ഇത് കൊച്ചു പിള്ളേരും കഴിക്കാം, സ്മോൾ ചിൽഡ്രൻസ് എല്ലാവർക്കും സാപ്പിടலாம். ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടിരിക്കും, അങ്ങനത്തെ ഒരു ഫുഡാണ്. ശരി ശരി. ലാസ്റ്റ് വൺ മസാല ദോശ. ഇതെന്താണ് മോസ്റ്റ്ലി സെല്ലിംഗ് ഐറ്റം. ரொம்ப ஃபேமஸா போற ஒரே ஐட்டம் மசாலா தோசை. வந்தோடனே எல்லாரும் கேட்கறது மசாலா தோசை. ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഒറ്റയ്ക്ക് തിന്നു തീർക്കാൻ പറ്റാത്ത അധികം ഐറ്റംസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന, അതായത് ശരവണ ഹോട്ടലിലെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം മസാല ദോശ. ഓക്കെ, അത് നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്യും. പിന്നെ ബ്രോ, ഇത് കുട്ടികൾക്ക് വരെ കഴിക്കാന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ? ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പൈസി அவ்வளோ இருக்காது, கொஞ்சம் ஸ்வீட் ஸ்பைசி எல்லாம் மிக்ஸ் ஆயிருக்கும். ஸ்வீட் ആണ് அந்த ஸ்வீட் ஸ்பைசி எல்லாம் சால்ட் சோர் டேஸ்ட் கொஞ்சம் ഫൈവ് ടേസ്റ്റസ് ഒന്നിൽ മിക്സ് ആയിരിക്കുന്ന ഒരു ഐറ്റം. ഓക്കെ. ഇത് ആക്ച്വലി പറഞ്ഞ ഈ കൊഫ്ത എന്ന് പറഞ്ഞാൽ അതിൽ പനീർ, കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ബീൻസ്, അങ്ങനെയൊക്കെ கொஞ்சம் മിക്സ് ചെയ്ത് ഒരു സ്റ്റഫ് ആക്കി എണ്ണയിൽ പോയിട്ട് ഫ്രൈ பண்ணி அவங்க இதை பண்ணி கொடுப்பாங்க. அது கொஞ்சம் ஸ்பெஷல், அதனால கொஞ்சம். ശരി ശരി ശരി. അപ്പം നമുക്കിതാ ഇത്രയും ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ അതിൽ നിന്നൊരു ശകലം എടുത്തു, കുറച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാം. ഇനി നമ്മൾ എന്താ ടേസ്റ്റ് ചെയ്യുക, അതായത് പനീർ 65 എടുക്കുക. പിന്നെ ഇവിടെ കടായി പൊറോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടേ, നമുക്കൊരു ശകലം എടുത്തു നോക്കാം. അതിനുശേഷം ബാക്കി നമുക്ക് ഫുള്ളായിട്ട് കഴിച്ചു നോക്കാം. ഓക്കെ, കടായി പനീർ. ഓക്കെ, കടായി പനീർ എടുക്കുക. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പേഴ്സണലി അടിപൊളിയായിട്ടുണ്ട്. അറ്റ് ഫൈനലി നമുക്ക് ശരവണ ഹോട്ടലിൻ്റെ ഓണർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. സാർ, എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നു? ഇപ്പോൾ കൊള്ളാം. ഓക്കെ.
we started இந்த பிஸ்னஸ் நாங்கள் ஸ்டார்ட் பண்ணி 40 வருஷம் ஆச்சு. இந்த வருஷம். ஓகே. ஸோ this is 40 year. அண்ட் எல்லா விதமான ஃபுட்டும் உண்டு. பிகாஸ் டூரிஸ்ட் சென்டர்னால தமிழ், மலையாளம், தெலுங்கு, கன்னடம், ஹிந்தி, நார்த் இந்தியன்ஸ், ஃபாரினர்ஸ், ஸோ എല്ലാ സ്റ്റേറ്റ് ലെവലിലുള്ള എല്ലാ ഫുഡും സർ ഇതല്ലാതെ വേറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടോ? ബ്രാഞ്ചസ് ഉണ്ട്. നാഗർകോയിലുണ്ട്, രാമേശ്വരം. ഓക്കെ. ശരവണ എന്ന ടാഗ് ലൈനിൽ അവിടെ ഇതേ പേരിൽ തന്നെയാണോ? ഇതേ പേരിലും ഉണ്ട്, വേറെ പേരിലും ഉണ്ട്. ശരി 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 ശരി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഒരിക്കലെങ്കിലും ഈ ഒരു ഹോട്ടലിൽ, കന്യാകുമാരിയിൽ വന്നിട്ട് ഈ ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചവരൊക്കെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പം നിങ്ങൾ ഇനിയുള്ള വീഡിയോസിലെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം നമുക്കിനിയിപ്പം യാത്രയാവാൻ സമയമായി. അപ്പം സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൽ നിന്നും ഞാൻ ഡ്രീം റോക്കി. ബൈ ബൈ.